നോറയുടെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ നമ്മളെ പോലത്തെ ചില റിവ്യൂവേഴ്സ് മാത്രമല്ല, കോ കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ട് എന്ന് എല്ലാവരും തെളിയിച്ചു. അവർക്ക് വേണ്ടി നോറ സംസാരിച്ചില്ലെങ്കിലും അൻസിബയും അഭിഷേകും സിജോയും ഋഷിയും അങ്ങനെ എല്ലാവരും സംസാരിച്ചു നോറയുടെ പേരൻസിന് വേണ്ടി. നോറ പേരൻസിനെ കരിവാരി തേക്കുന്നത് ഇൻസ്പിറേഷൻ അല്ല, മറിച്ച് തെറ്റായ ഒരു മെസ്സേജ് ആണ് എന്ന് എല്ലാവരും എടുത്തു പറഞ്ഞു. അതിൽ തന്നെ അൻസിബ വളരെ വാലിഡ് ആയിട്ടുള്ള കുറെ പോയിന്റുകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവള് തന്നെ പോയിട്ടാണോ LKG-യിലും UKG-യിലും ഒക്കെ അഡ്മിഷൻ എടുത്തത്? സ്വന്തം അച്ഛനമ്മമാരല്ലേ ഇവളെ ചേർത്ത് പഠിപ്പിച്ചത്? ഇതൊരു വളരെ വാലിഡ് ചോദ്യമാണ്. നോറയെ പോലുള്ളവര് പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത്. ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും നോറ പേരൻസിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചപ്പോ ലാലേട്ടൻ അതിനെ തടയിട്ടു. അവര് സ്നേഹം കൊണ്ടാണ് വന്നത് എന്ന് ലാലേട്ടൻ പറഞ്ഞു. ഇത് അൻസിബ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് അച്ഛനായാലും അമ്മയായാലും കുഴപ്പമില്ല, ഇവിടുന്ന് കിട്ടുന്ന പൈസയും കപ്പും മാത്രം മതി അവൾക്കൊക്കെ. ഇവളെ സുഹൃത്തുക്കളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ കാണാനും സംസാരിക്കാനും ഒക്കെ വലിപ്പം വെപ്പിച്ചതും വളർത്തിയതും ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെ അൻസിബ വളരെ വാലിഡ് ചോദ്യങ്ങളാണ് അൻസിബ ചോദിക്കുന്നത്. അതും എടുത്തടിച്ച പോലെയാണ് ചോദിക്കുന്നത്. അൻസിബയുടെ കാഴ്ചപ്പാട് തന്നെയാണ് ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ളതെന്ന് അടിവരയിട്ട് പറയാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം അൻസിബ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് എത്ര അടി ഇട്ടാലും നമ്മൾ അവരുടെ കുറ്റങ്ങൾ ഇതുപോലൊരു പ്രോഗ്രാമിൽ വന്നിരുന്ന് പറയത്തില്ല. അഭിഷേക് ഇതിനെ ശരിവെക്കുന്നുണ്ട്, അതേപോലെ ഋഷി ശരിവെക്കുന്നുണ്ട്. അഭിഷേക് പറയുന്നു അച്ഛനുമായിട്ട് പിണങ്ങിയിരിക്കുമ്പോൾ അഭിഷേക് പോയി മിണ്ടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ പിണങ്ങിയിരുന്നാലും അഭിഷേക് പോയി മിണ്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അൻസിബ ആ ഒരു നോമിനേഷനിൽ വിട്ടുകൊടുത്തത് നോറയ്ക്ക്. അൻസിബയുടെ തെറ്റായിട്ട് നോറ പ്രൊജക്ട് ചെയ്തതിനെ അൻസിബ തേച്ചൊട്ടിച്ചു വിടുന്നുണ്ട്. അതിനെ പലപ്പോഴും നോറ തെറ്റായിട്ട് തന്നെയാണ് പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അൻസിബയുടെ നോറ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെയാണ് നോറ പറഞ്ഞിട്ടുള്ളത്. അതെന്റെ ഔദാര്യമാണ് എന്ന് നോറയുടെ മുഖത്ത് നോക്കി അൻസിബ പറയുന്നുണ്ട് നോമിനേഷനിൽ പോയത്. അൻസിബ എന്തുകൊണ്ടാണ് ടോപ്പ് 2-ൽ നമ്മൾ പറഞ്ഞതെന്ന് ഇന്നലെ പലരും നമ്മളോട് ചോദിച്ചിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും അൻസിബ എന്താണ് ഏതാണെന്നൊക്കെ. ജാസ്മിനൊക്കെ കിളി പോയിരിക്കുവാണ്. അൻസിബ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്നൊക്കെ ആയിരിക്കും ജാസ്മിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബ സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ പോയി ഇരിക്കുന്നത് കണ്ടു, കേട്ടിരിക്കുന്നത് കണ്ടു. എതിരാളിയുടെ എതിരാളി മിത്രം എന്നാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും നോറയുടെ ഫാമിലിയാണ് ഇപ്പൊ ഹൗസിനകത്തെ പ്രധാന ഡിസ്കഷൻ. ആ പാവം വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി സംസാരിക്കാൻ ഇവര് തയ്യാറായി എന്നൊരു സന്തോഷം എനിക്കുണ്ട്. പ്രത്യേകിച്ച് അൻസിബയൊക്കെ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.